നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നതുപോലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ പബ്ലിക് സർവീസ് കമ്മീഷനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുകയും അവയിലൂടെ കണ്ണോടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കണ്ടീഷണൽ ക്ലോസുകളെ പറ്റി ആണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് ഇന്ന് കണ്ടീഷണൽ ക്ലോസുകളെ പറ്റി പഠിക്കാം. എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്? കണ്ടീഷനെ കാണിക്കണമെങ്കിൽ എന്താണ്? ഇഫ് പ്രയോഗിക്കണം. അതിന് നെഗറ്റീവ് ഫോമുണ്ട്, ഇഫ് നോട്ട്. ഇഫ് നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്, അതിൻ്റെ വൺ വേർഡാണ് അൺലെസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺലെസ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ്, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ഈഫിന് പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി പൊതുവായിട്ട് ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇനി പൊതുവായി നമ്മൾ എന്താണ്, കണ്ടീഷണൽ ക്ലോസുകൾ മൂന്ന് എണ്ണമാണ് ഉള്ളത്. ഒന്ന് ലൈക്കലി കണ്ടീഷൻ, രണ്ടാമത്തത് അൺലൈക്കലി കണ്ടീഷൻ, മൂന്നാമത്തത് അൺറിയൽ കണ്ടീഷൻ ഇൻ ദ പാസ്റ്റ്. ഇവയെ തന്നെ ആധുനികവൽക്കരിച്ചപ്പോൾ പ്രൊബബിൾ കണ്ടീഷൻ എന്നും ഇംപ്രൊബബിൾ കണ്ടീഷൻ എന്നും ഇംപോസിബിൾ കണ്ടീഷൻ എന്നും പേര് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ പേര് മാറ്റിയിരുന്നാലും സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ലൈക്കലി കണ്ടീഷനിലേക്ക് ലൈക്കലി കണ്ടീഷനിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ പ്രൊബബിൾ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് ധാരണയുണ്ടാണ്. ഇനി പറയുന്നത് ഒരു ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതിയെടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. എന്നെ കേൾക്കുന്ന എല്ലാ കാൻഡിഡേറ്റുകളും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊരു ഷീറ്റ് പേപ്പറിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ലൈക്കലി കണ്ടീഷൻ അഥവാ പ്രൊബബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പം ഈഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ. ഒന്നുകൂടി പറയാം. ഈഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ്, പിന്നെ കോമ വേണം, സിമ്പിൾ ഫ്യൂച്ചർ. രണ്ടാമത്തെ അൺലൈക്കലി കണ്ടീഷനാണ് അഥവാ ഇംപ്രൊബബിൾ കണ്ടീഷനാണ്. അതിൻ്റെ സ്ട്രക്ചറും ഓർക്കുക. ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ഫോം ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. ഒന്നുകൂടി പറയാം. ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ഫോം ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. മൂന്നാമത്തത് അൺറിയൽ കണ്ടീഷൻ ഇൻ ദി പാസ്റ്റ് ആണ് അഥവാ ഇമ്പോസിബിൾ കണ്ടീഷനാണ്. അതിൻ്റെ സ്ട്രക്ചർ ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് ഫോം ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഒരിക്കൽ കൂടി പറയാം. ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് ഫോം ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? അത് ടെൻസാണ്. ഇപ്പോൾ നമുക്ക് ടെൻസ് പഠിക്കാനുള്ള സമയം അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി എന്ത് ചെയ്യാം, തുടക്കത്തിലേക്ക് പോയിട്ട് ഞാൻ അതിൻ്റെ ടെൻസ് കൂടി വിശദമായി പറയാം. അതായത് ലൈക്കലി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് വെർബാണ്. ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ. ഇനി കോമയ്ക്ക് ശേഷം എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ പറയണം. സബ്ജക്റ്റ് പ്ലസ് വില്ല്, ഷാല്, ക്യാന്, മേ പ്ലസ് പ്രസൻറ്റ് വെർബ്. ഇത് ഞാൻ പെട്ടെന്ന് പറയുകയാണ്, പക്ഷെ നിങ്ങളിത് വീണ്ടും കേട്ടിട്ട് എന്ത് ചെയ്യണം? അത് എഴുതിയെടുക്കണം. ഇനി രണ്ടാമത്തത് അൺലൈക്കലി കണ്ടീഷനാണ്. ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് വെർബ് അടുത്ത ക്ലോസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ഫോം ഓഫ് സിമ്പിൾ ഫ്യൂച്ചറാണ്. പാസ്റ്റ് ഫോം ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ പാസ്റ്റ് പറയണം. അതായത് വില്ല് വുഡ് ആവുന്നു, ഷാൾ ഷുഡ് ആവുന്നു, ക്യാൻ കുഡ് ആവുന്നു, മേ മൈറ്റ് ആവുന്നു. സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രസൻറ്റ് വെർബ്. ഇതാണ് രണ്ടാമത്തതിൻ്റെ. മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് അൺലൈക്കലി കണ്ടീഷൻ അൺറിയൽ കണ്ടീഷൻ ഇൻ ദ പാസ്റ്റ് ആണ്. അതിനാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തത് അൺറിയൽ കണ്ടീഷൻ ഇൻ ദി പാസ്റ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാൻഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ ക്രിയയുടെ മൂന്നാമത്തെ രൂപം. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ
ക്രിയയുടെ മൂന്നാമത്തെ രൂപം പ്രയോഗിക്കണം. കോമയ്ക്ക് ശേഷം അവിടെ പ്രയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ല്, ഷാല്, ക്യാൻ, മേഡ് ഭാഗത്ത് എന്താണ് സബ്ജക്റ്റ് പ്ലസ് കുഡ്, ഷുഡ്, വുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈ ടെൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഈ ടെൻസ് അറിയാൻ വയ്യെങ്കിൽ ആ ഒരു മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വിശാലമായി എടുക്കുന്നതിന് പകരം ഇതേപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക് അടുത്ത ദിവസം തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേയിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വയ്ക്കുക. കേട്ടാൽ ഉടനെ തന്നെ എന്താണ് അതിനെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാവണം. മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഇനിയും ഈ കണ്ടീഷൻ ക്ലോസ് ചോദിക്കുമ്പം എല്ലായ്പ്പോഴും ഈ ആദ്യം തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ആദ്യം വരിക എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുമ്പം സബോർഡിനേറ്റിംഗ് ക്ലോസ് ആദ്യം വരണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? സബോർഡിനേറ്റിംഗ് ക്ലോസ് ചിലപ്പോൾ രണ്ടാമത് വരാം. മെയിൻ ക്ലോസ് ആദ്യം വന്നിട്ട് സബോർഡിനേറ്റിംഗ് ക്ലോസ് ഇടയിൽ അല്ലെങ്കിൽ രണ്ടാമത് വരും. അപ്പോൾ ഈ ഇടയിലായിരിക്കും ഉണ്ടാവുക. ഇത് ഈ ആദ്യം വന്നിരുന്നാലും ഇടയിൽ വന്നിരുന്നാലും ഈ ഇടയിൽ വന്നത് ഞാൻ പറയുമ്പം അതിൽ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. കാരണം മെയിൻ ക്ലോസിന് ശേഷമാണ് സബോർഡിനേറ്റിംഗ് ക്ലോസ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എവിടെ വന്നാലും ഈഫ് ക്ലോസ് എപ്പോഴും എന്തായിരിക്കണം എന്നുള്ളതൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈഫ് ക്ലോസ് തീർച്ചയായിട്ടും ഒന്നിലും സിമ്പിൾ പ്രസൻറ്റിലോ പ്രസൻറ്റ് പെർഫെക്റ്റിലോ വന്നാൽ അതിൻ്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം. ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് വന്നിരുന്നാൽ അതിൻ്റെ മെയിൻ ക്ലോസ് പാസ്റ്റ് ഫോം ഓഫ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം. ഈഫ് ക്ലോസ് അല്ല എപ്പോഴെങ്കിലും എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരുന്നാൽ അതിൻ്റെ മെയിൻ ക്ലോസ് അല്ല എപ്പോഴും ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് ഫോമിലായിരിക്കണം. ഇത് തന്നെയും പിന്നെയും തന്നെയും ഒക്കെ പഠിച്ചു വെച്ചാൽ മാത്രമേ ആ ഒരു മാർക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് പഠിച്ചു വെച്ചു എന്നുള്ളത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾക്ക് അതിൻ്റെ താഴെ എന്തായിരിക്കും ABCD തന്നിട്ട് എന്താണ് അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ